ഒറ്റ ദിവസം കൊണ്ട് ഫ്രണ്ട്സ് ആയിട്ട് എറണാകുളത്ത് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം ഞങ്ങൾ പോയത് ചീയപ്പാറ വാട്ടർഫോൾസിലേക്ക്. ഏകദേശം ഒരു 72 അടി ഉയരമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൽ. ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ടായിരുന്നു. ഇതിന്റെ അടുത്ത് തന്നെ ചെറിയ ചെറിയ കുട്ടി ഷോപ്പുകൾ ഉണ്ടായിരുന്നു. ഇവിടെ കുറെ കുരങ്ങന്മാരൊക്കെ നോട്ടി പോയി നമ്മുടെ സാധനങ്ങൾ നമ്മൾ തന്നെ അവിടുന്ന് കുറെ ഫോട്ടോസും കുറെ സാധനങ്ങളൊക്കെ കഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വഴി ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും കാട്, നടുക്കിലൂടെ ഒരു റോഡ്. ഇവിടുത്തെ യാത്ര കുറച്ച് സാഹസിക നിറഞ്ഞതുള്ളതായിരുന്നു. പിന്നെ അഡ്വഞ്ചർ എനിക്ക് പണ്ട് ഇഷ്ടമുള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായി. പണ്ട് പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണ് ഇത്. അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് എത്തി. സോഷ്യൽ മീഡിയ വഴി വൈറലായ മാമലകണ്ട ഹൈസ്കൂളിലേക്കായിരുന്നു അടുത്ത യാത്ര. സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള ഒരു ഗവൺമെന്റ് ഹൈസ്കൂൾ, പ്രകൃതിയോട് നല്ലോണം ഇണങ്ങി ചേർന്ന ഒരു കൊച്ചു സ്കൂൾ. ഇതിന്റെ ചുറ്റും കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. പണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു, പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പൊ പേടി. ഞാൻ ഇത്ര ദൂരം ട്രാവൽ ചെയ്തിട്ട് ഒരു ബസ് പോലും ഞാൻ കണ്ടില്ല. കുറെ കാടും മലയും താണ്ടിയാണ് നമ്മൾ ഇപ്പൊ ഇവിടെ എത്തിയത്. പക്ഷെ ഇവിടെ കാണാൻ നല്ല അടിപൊളിയാണ്. ഇങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണല്ലോ. നമ്പർ 1, ഒറ്റയ്ക്ക് പോവാതിരിക്കും. നമ്പർ 2, കുറച്ചുമ്പോഴേക്കും നമ്മുടെ ഫോണിലെ സിഗ്നൽ മൊത്തം പോകും. നമ്പർ 3, വല്ലതൊക്കെ കഴിച്ചിട്ട് പോകും. അവിടെ നിന്ന് അടുത്ത് നല്ല കടകളൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് കുറെ ഫോട്ടോസ് എടുത്ത് അടുത്ത ലൊക്കേഷൻ തട്ടേക്കാട് വഴിയാണ് ഞങ്ങൾ അടുത്തത് വന്നത്. ഇതിന്റെ അടുത്ത് തന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതം ഉണ്ട് കേട്ടോ. തട്ടേക്കാട് കാണുമ്പോൾ തന്നെ എനിക്ക് പണ്ടുണ്ടായ ബോട്ടപകടമൊക്കെ ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ ചെറിയൊരു പേടിയാണ്. കുറച്ചേരം അവിടേക്ക് നിന്ന് റിലാക്സ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാൻ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്ന വഴി ഭയങ്കര അടിപൊളിയാണ്. ഓരോ അടിപൊളി സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി അത് ആസ്വദിച്ചിട്ടാണ് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാറ്. അടുത്തത് ഞങ്ങൾ പോയത് പാണിയിലിപ്പൂരിലേക്ക്. ഇവിടെ വണ്ടി ഒതുക്കി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചധികം നമുക്ക് നടക്കണം. നടത്തം ആരോഗ്യത്തിന് വളരെ നല്ലത്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ. കുറെ പാറകളുടെയും വേരുകളുടെ ഇടയിലൂടെയുള്ള ഒരു യാത്രയാണ്. തമാശക്ക് പോലും പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും അവിടെ വലിച്ചെറിയാൻ പാടില്ല. പിഴ 5000 രൂപയാണ്. ഇവിടെ എത്തി കഴിയുമ്പോൾ നടന്ന ക്ഷീണം മൊത്തം നമ്മുടെ അങ്ങ് മാറും. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ. അങ്ങനെ നടന്ന് നമ്മുടെ സ്പോട്ടിൽ പോകേണ്ട വഴി ഓരോ പാറയിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇക്കാണുന്നതാണ് പാണിയേലിപ്പോരി എക്കോ ടൂറിസം. ഇക്കാണുന്ന കൊടിമരത്തിന്റെ അടുത്ത് വരെ വരാനേ നമുക്ക് അനുവാദം. ഇവിടെ വരുന്ന പലരും ഇത് കാണാതെയാണ് പോകുന്നത്. അതാണ് മറ്റൊരു. ഇവിടെ കുറച്ച് ഒഴുക്കുള്ള സ്ഥലം ആയതുകൊണ്ട് ഇവിടെ ഇറങ്ങാനുള്ള അനുവാദം. അതുകൊണ്ട് തന്നെ പലരും ഇത്രയും ദൂരം നടന്നു വരാറില്ല. പക്ഷെ ഇവിടുത്തെ മെയിൻ ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ടാ തിരിച്ചേറിയപ്പോ ഭയങ്കര മഴയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് അത്രയും പ്രിയപ്പെട്ടു. വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് എന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അപ്പൊ ശരി, ബൈ.